അവർ തരാതരം പോലെ നീക്കം നടത്തുന്നതാണ് എന്നുള്ളതിൻ്റെ മുൻ അനുഭവമുണ്ട്. ഇപ്പോൾ എറണാകുളം ജില്ലയിൽ പ്രത്യേകമായ ചില കാര്യങ്ങൾ ഞങ്ങൾ കൃത്യമായി ചൂണ്ടിക്കാണിച്ചു. ഇന്ന വാർഡ് ഇത്ര വോട്ട് 2020 BJPക്ക്, ഈ തവണ അവിടെ സ്ഥാനാർത്ഥിയില്ല, എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. ഒരു മറുപടി പറയാൻ BJPയും തയ്യാറായിട്ടില്ല, കോൺഗ്രസും തയ്യാറായിട്ടില്ല. കോൺഗ്രസ് നൽകിയ മറുപടി BJPക്ക് സ്ഥാനാർത്ഥിയില്ലെങ്കിൽ CPM എന്തിനാ ആശങ്കപ്പെടണേ എന്നാണ്. ഞാൻ തിരിച്ചു ചോദിച്ചതപ്പോൾ, അല്ല കോൺഗ്രസിനൊരു ആശങ്കയില്ലേ? BJPക്ക് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷന് 1300 വോട്ട് BJPക്ക് ഉണ്ട്. അവിടെ BJPക്ക് സ്ഥാനാർത്ഥിയില്ല. ഒരു മുനിസിപ്പാലിറ്റിയിലെ ഒരു വാർഡിൽ 200 വോട്ട് കിട്ടുന്ന 2 വാർഡുകളുണ്ട്. 137 വോട്ട് കഴിഞ്ഞോണം കിട്ടിയ വാർഡുണ്ട്, 57 വോട്ട് കിട്ടിയ വാർഡുണ്ട്. അവിടെ ഒന്നും BJPക്ക് സ്ഥാനാർത്ഥിയില്ല. അപ്പോൾ BJPക്ക് സ്ഥാനാർത്ഥി ഇല്ലാത്ത അത്തരം കേന്ദ്രങ്ങളിൽ എന്തുകൊണ്ടാണ് ഈ ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു ആശങ്ക ഇല്ലാത്തത്? അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ അവര് തിരിച്ച് മറുപടി പറഞ്ഞപ്പോൾ തന്നെ അവരുടെ ബന്ധം വ്യക്തമാണ് എന്നുള്ളത് കാണാം. ഇതെല്ലാം നമ്മൾ കാണേണ്ടത് ഇതിൻ്റെയൊക്കെ പ്രഭവ കേന്ദ്രം പറവൂരാണ്. VD സതീശന്റെ മണ്ഡലത്തിനകത്താണ് ഇതിൻ്റെ എല്ലാം പ്രഭവ കേന്ദ്രം. ഒരു പ്രദേശത്ത് BJP ആയിട്ട് കൈകോർക്കുന്നു, അതേ രൂപത്തിൽ തന്നെ ജമായത്ത് ഇസ്ലാമിയോട് കൈകോർക്കുന്നു. ഞാൻ പറവൂർ അസംബ്ലി മണ്ഡലത്തിൽ മാത്രം ഒരു കാര്യം പറയാം. ഈ ജില്ലയിൽ പറവൂർ അസംബ്ലി മണ്ഡലത്തിൽ ഒരു സീറ്റിൽ ലീഗ് മത്സരിക്കുന്നില്ല. ലീഗ് കേരളത്തിലെ UDFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയല്ലേ. പറവൂർ അസംബ്ലി മണ്ഡലത്തിൽ, പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയോ അല്ല ഞാൻ പറഞ്ഞത്, പറവൂർ അസംബ്ലി മണ്ഡലത്തിൽ ലീഗ് ഒരു സീറ്റ് മത്സരിക്കുന്നില്ല. എന്നാൽ ഒരു 12-ലധികം വരുന്ന വാർഡുകൾക്കകത്ത് ജമായത്ത് ഇസ്ലാമി സ്ഥാനാർത്ഥികളാണ്. ജമായത്ത് ഇസ്ലാമിയുടെ സിറ്റിംഗ് കൗൺസിലർ ആയിരുന്നയാൾ ഇപ്പോൾ, അതായത് ഇപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് വരാൻ പോകണം, ഇപ്പോൾ ജമായത്ത് ഇസ്ലാമിയുടെ മെമ്പറായിട്ടിരിക്കുന്നയാൾ ഇപ്പോൾ കൈപ്പത്തി ചിഹ്നത്തിൽ അവിടെ മത്സരിക്കുകയാണ്. ആ അനുഭവം നമുക്ക് അവിടെ കാണാൻ കഴിയും. ഇതാണ് രാഷ്ട്രീയ അവിശുദ്ധ കൂട്ടുകെട്ടെന്ന് പറയുന്നത്. ഞാൻ വളരെ ശുദ്ധനാണെന്നും വളരെ സ്ട്രെയിറ്റായി പറയുന്ന ആളാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളോട് പറയുകയും എന്നാൽ ഇങ്ങനെ തെറ്റായ രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് ജനങ്ങൾ കാണുന്നത്. അപ്പോൾ ഇത് അധാർമികമാണ്. ഇത് രാഷ്ട്രീയമായ മര്യാദകൾക്ക് ചേർന്ന ഒന്നല്ല, അധാർമികമായ കൂട്ടുകെട്ടാണ്. മഴവിൽ സഖ്യത്തെ രൂപപ്പെടുത്തണം. എല്ലാ വർഗീയതയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഇവരെങ്ങനെയാണ് ഇനി വർഗീയതയ്ക്കെതിരെ വർത്തമാനം പറയുക? കേരളത്തിലെ മൈക്കിന്റെ മുമ്പിൽ നിന്ന് കേരളീയരോട് പറയും, സ്വന്തം മണ്ഡലത്തിനകത്ത് ഈ വർഗീയതയെ കൂട്ടുപിടിച്ച് നിന്നിട്ട് എങ്ങനെയാണ് ഇവര് നാട്ടിലെ ജനങ്ങളോട് ഇനി പറയാൻ പോകും? ഇതെല്ലാം നാട്ടിലെ ജനങ്ങൾ കണ്ടുകൊണ്ട് വർഗീയതയെ താലോലിക്കുന്ന സമീപനമാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്, വിശേഷിച്ച് കേരളത്തിലെ കോൺഗ്രസ് സ്വീകരിക്കുന്നത്. ഞാൻ അതുകൊണ്ട് ഒരു കാര്യം ചെയ്തു. കടമക്കുടി ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ, അവിടെ ഞങ്ങളും BJPയും തമ്മിലാണ് മത്സരം. കോൺഗ്രസിന് സ്ഥാനാർത്ഥിയില്ല. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അത് ആപ്ലിക്കേഷൻ കൊടുത്ത സമയം തന്നെ തള്ളിപ്പോയി. കേരളം അത് ശ്രദ്ധിച്ചാണല്ലോ. സ്വന്തം മണ്ഡലത്തിലെ ആള് പിന്താങ്ങാനില്ലാത്തതുകൊണ്ട് തള്ളിപ്പോയതാണ് എന്ന് കാണാൻ കഴിയും. അവിടെ ഒരു ഡെമ്മി സ്ഥാനാർത്ഥിയില്ല. അവരവിടെ മത്സരിപ്പിച്ച ആള് അഭിഭാഷകയാണ്, ജില്ലാ പഞ്ചായത്തിന്റെ നിലവിലെ വൈസ് പ്രസിഡന്റാണ്, കാര്യങ്ങൾ അറിയാത്ത ആളല്ല. അവിടെ ഒരു ഡെമ്മി സ്ഥാനാർത്ഥി പോലുമില്ല. ഇപ്പോൾ കോൺഗ്രസും BJPയും തമ്മിലാണ് മത്സരം. ഈ ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വമോ VD സതീശനോ പറയണ്ടേ, ആ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ കോൺഗ്രസ് പ്രവർത്തകർ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത്? പരസ്യമായിട്ട് അവർ പറയാൻ തയ്യാറായിട്ടില്ലല്ലോ. ഞങ്ങൾ എത്ര പ്രാവശ്യം ചോദിച്ചു. അപ്പം ഇതാണ് ഇതിൻ്റെ രൂപം എന്നുള്ളത് കാണണം. അതുകൊണ്ട് ഞങ്ങളുടെ പരാജയ ഭീതി കൊണ്ടല്ല, ഈ അവിശുദ്ധമായ കൂട്ടുകെട്ടിനെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. മതനിരപേക്ഷ കേരളത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. എറണാകുളത്തെ മതനിരപേക്ഷ വോട്ടർമാർ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അവർ ഈ വർഗീയതയ്ക്കെതിരായ സമീപനം സ്വീകരിക്കും. ജമായത്തെ ഇസ്ലാമിയെ പോലെയുള്ളവരോട് തോളിൽ കൈയിട്ടുകൊണ്ട് നടത്തുന്ന ഈ രാഷ്ട്രീയ പരീക്ഷണത്തെ ഈ എറണാകുളം ജില്ലയിലെ മതവിശ്വാസികളും ദൈവവിശ്വാസികളും മതനിരപേക്ഷവാദികളുമായിട്ടുള്ള മനുഷ്യർ തള്ളിക്കളയുമെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.